നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മുഖ്യമന്ത്രി മാറിയത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. മുൻപ് ലക്ഷങ്ങളുടെയും കോടികളുടെയും പൂജ്യങ്ങളുടെയും എണ്ണം കൂടുമ്പോൾ കണ്ണും പൂട്ടി ഒന്നും നോക്കാതെ ഒപ്പിട്ട് കൊടുക്കുന്ന മുഖ്യമന്ത്രിയല്ല ഇപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് ഗൗതം അദാനി മറന്നു എന്ന് തോന്നുന്നു. എന്തായാലും മറന്ന ഗൗതം അദാനിയെ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ. നമ്മുടെ കടലാണ്, നമ്മുടെ കടൽ തീരമാണ്. അവിടേക്ക് ഒരു കരാറുകാരനായി എത്തിയ ഗൗതം അദാനി അല്ല ആ കടലിന്റെയും കരയുടെയും തീരത്തിന്റെയും അധിപൻ എന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. ഈ നാടാണ്, ഈ നാട്ടുകാരാണ്, ഈ സർക്കാരാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് ആള് മാറി വന്ന വി.ഡി. സതീശൻ. ഒരു പതിറ്റാണ്ട് മുൻപ് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ലാഭകരമാകില്ല എന്ന് എഴുതിത്തള്ളിയ ഒരു പദ്ധതി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയെ കൊണ്ട് കോടികൾ ഇറക്കാൻ കെൽപ്പുള്ള കമ്പനിയായി മാറുകയാണ്. കേരളത്തിൽ വിഴിഞ്ഞം ചർച്ചയാകുന്നത് ഓഹരി കൈമാറ്റത്തിന്റെ പേരിലാണെങ്കിൽ ദേശീയ തലത്തിൽ വിഷയം ചർച്ചകൾ നിറയുന്നത് ലാഭകരമല്ലെന്ന് കണ്ട് ഏറ്റെടുക്കാൻ പലരും മടിച്ച പദ്ധതി ഏറ്റെടുത്ത് വിജയിപ്പിച്ച അദാനിയുടെ മികവിന്റെ പേരിൽ കൂടിയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടി കൂടുതൽ വിവാദവുമാവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി കൈമാറാനുള്ള നീക്കത്തിനെതിരെ സർക്കാർ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ ഓഹരി ഇടപാടുമായി മുന്നോട്ടു പോകാനാണ് അദാനി ഗ്രൂപ്പിന്റെ ശ്രമവും. ഇതിനായി ന്യായീകരണങ്ങളും നിരത്തുകയാണ് അദാനി ഗ്രൂപ്പ് അധികൃതർ. പ്രതിപക്ഷം ഉയർത്തുന്ന വാദങ്ങളെ ഖണ്ഡിക്കുന്ന വിധത്തിലാണ് വിഷയത്തിൽ അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം. MSC കപ്പൽ കമ്പനിക്ക് 13,000 കോടിയുടെ ഓഹരി കൈമാറിയാലും വിഴിഞ്ഞം തുറമുഖത്തെ എല്ലാ ടെർമിനലും അവർക്ക് നൽകില്ലെന്ന വാദമാണ് കുത്തകയാകുമെന്ന വാദത്തെ പ്രതിരോധിച്ചുകൊണ്ട് അവർ വിശദീകരിക്കുന്നത്. ഒരു ടെർമിനൽ മാത്രമേ നൽകുന്നുവെന്നാണ് അദാനി ഗ്രൂപ്പിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. നിലവിൽ 2 ടെർമിനലുണ്ട്. അടുത്ത ഘട്ടത്തിൽ പൂർത്തിയാവുമ്പോൾ 3 സജ്ജമാവും. ഇതിലൊരു ടെർമിനലിനായിരിക്കും MSCയുടെ മാത്രമായ ഓപ്പറേഷൻ വിട്ടുകൊടുക്കുന്നത്. മറ്റ് ടെർമിനലുകളിൽ ഏത് കമ്പനിയുടെ കപ്പലുകൾക്കും വരാം. 5 ടെർമിനലുള്ള ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തും ഒരെണ്ണമാണ് MSCക്ക് കൈമാറിയിട്ടുള്ളത്. നിയമപ്രകാരമാണ് ഓഹരി കൈമാറ്റമെന്നും ഇതിലൂടെ തുറമുഖത്തിന്റെ തുടർ വികസനം 2028 പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അദാനി ഗ്രൂപ്പ് പറയുന്നു. ബാങ്ക് വായ്പ എടുക്കുന്നതിന് പകരം ഓഹരി കൈമാറ്റത്തിലൂടെ വികസനത്തിന് പണം കണ്ടെത്തുകയാണ് അദാനി. തുറമുഖ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ അദാനി 2,454 കോടിയാണ് മുടക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ മുടക്കിയത് 6,000 കോടിയാണെന്ന് അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നു. ശേഷിക്കുന്ന ഘട്ടത്തിൽ 16,000 കോടിയാണ് അദാനി മുടക്കുന്നത്. മാസ്റ്റർ പ്ലാൻ 9,800 കോടിയായിരുന്നു എങ്കിലും അധിക നിക്ഷേപം അദാനി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതടക്കം 26,000 കോടിയിലധിക നിക്ഷേപം അദാനി നടത്തും. ഇതിന്റെ 49% MSCയുമായുള്ള ഓഹരി ഇടപാടിലൂടെ സമാഹരിക്കുന്നത് എന്നാണ് വിശദീകരണം. കൂടുതൽ കപ്പലുകൾ എത്തിക്കേണ്ട ബാധ്യതയും MSCക്ക് തന്നെയാണ്. അതിനാലാണ് ഓഹരി കൈമാറ്റം തന്ത്രപരമാവുന്നത്. കണക്കുകൾ ഓട്ടോമേറ്റഡ് ആയതിനാൽ തന്നെ സർക്കാരിന് കിട്ടാനുള്ള വിഹിതത്തിൽ കൃത്രിമം കാട്ടാൻ കഴിയില്ല. മുദ്ര, എന്നൂർ, മുംബൈ തുറമുഖങ്ങളിൽ MSCക്ക് ടെർമിനലുകൾ ഉണ്ട്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് അദാനി നഷ്ടപരിഹാരം നൽകി സർക്കാർ ഒഴിവാക്കിയാൽ MSCയുമായുള്ള അവരുടെ ഓഹരി വിൽപ്പന അപ്രസക്തമാവും. വലാർപാടം ടെർമിനലിൽ 85% ഓഹരിയും TP വേൾഡിനാണെന്ന് അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരികൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കത്തിൽ സർക്കാർ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ സർക്കാർ നിയമോപദേശം തേടി. ഒപ്പം വിദഗ്ധ പരിശോധനയും നടത്തും. കരാറിന് സർക്കാർ അതിവേഗം അനുമതി നൽകിയില്ല. എല്ലാ വ്യവസ്ഥകൾ അനുസരിച്ചാണ് നടക്കുന്നതെന്നും സർക്കാരിന്റെ അനുമതിക്ക് ശേഷം മാത്രമേ അന്തിമ കരാറിലേക്ക് പോകൂ എന്നുമാണ് അദാനിയുടെ നിലപാട്. അതേസമയം വിവാദം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിഴിഞ്ഞത്തെ MSC അദാനി ഓഹരി കൈമാറ്റത്തിൽ അതൃപ്തി അറിയിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രംഗത്തെത്തുകയും ചെയ്തു. പിന്നാലെ തന്നെ KC വേണുഗോപാൽ അടക്കമുള്ളവർ ഇക്കാര്യത്തെക്കുറിച്ച് മാത്രം പറയാൻ വാർത്താ സമ്മേളനം വെക്കുമ്പോൾ അവിടുത്തെ ഹൈക്കമാൻഡ് തീരുമാനം എന്താണ് എന്ന് വ്യക്തമാവുകയാണ്. കോൺഗ്രസിന് പണ്ടേ മോദിയോട് പോലെ തന്നെ മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന അദാനിയോടും കലിപ്പ് പുകയുകയാണ്. അങ്ങനെ ആ കലിപ്പ് നിൽക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആകുമ്പോൾ അല്ലെങ്കിൽ UDF സർക്കാർ ആകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരുമായി കൂടിയാലോചന നടത്തുകയോ ചെയ്യാത്തതാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 41% ഓഹരി പങ്കാളിത്തത്തോടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുന്നു എന്ന പ്രഖ്യാപനം ഉണ്ടായത്.
സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസ്ട്രക്ഷൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായത്. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ കൺസ്ട്രക്ഷനുകളുടെ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താൻ കഴിയൂ. കൺസെഷൻ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും മറ്റ് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. എല്ലാം വ്യവസ്ഥകൾ അനുസരിച്ചാണ് നടക്കുന്നതെന്നും സർക്കാരിന്റെ അനുമതിക്ക് ശേഷം മാത്രമേ അന്തിമ കരാറിലേക്ക് പോകൂ എന്നുമാണ് അദാനിയുടെ നിലപാട്. അതേസമയം വിവാദം സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി തന്നെ മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും പിണറായി വിജയനെതിരെ അദാനി ആഞ്ഞുകുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം കേരളത്തിന്റെ വ്യവസായ സുഹൃത്ത് എന്ന് അദാനിയെ വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ അദാനിയെ അങ്ങനെ തോളോട് തോൾ ചേർത്ത് വെച്ചത് കഴിഞ്ഞ LDF സർക്കാരിന്റെ വ്യവസായ മന്ത്രി കൂടിയായ ഈ വാസവൻ തന്നെയാണ്. അപ്പോൾ തരാതരം ആളെ മാറ്റി പറയുന്ന, അല്ലെങ്കിൽ തരാതരം കാര്യങ്ങൾ മാറ്റി പറയുന്ന രാഷ്ട്രീയക്കാരുടെ അതേ സ്വഭാവം LDF ഇപ്പോൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും തിരിഞ്ഞുകുത്താൻ അദാനി മടി കാണിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും അദാനിയുടെ വിജയഗാഥ വിഴിഞ്ഞത്തുണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഏതായാലും കല്ലിടൽ തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാരാണെങ്കിലും പിന്നീടുള്ള വികസനങ്ങൾ കൊണ്ടുവന്നത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരുമാണ് എന്നുള്ള വാദം ഇപ്പോഴും ശക്തമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ചരിത്രവും അതിന്റെ വർത്തമാനകാല നേട്ടങ്ങളും പരിശോധിക്കുന്നവർക്ക് ഇതൊരു കേവല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് മാത്രമല്ല, കൃത്യമായ ആസൂത്രണത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഒരു വിജയഗാഥ കൂടിയാണ് എന്ന് തന്നെയാണ് പ്രശസ്ത ബിസിനസ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ആഗോള ഷിപ്പിംഗ് രംഗത്തെ പ്രമുഖരായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം തുറമുഖത്തിലെ അദാനിയുടെ കമ്പനിയുടെ 49% ഓഹരികൾ $1.397 ബില്യൺ സ്വന്തമാക്കിയ വാർത്ത പുറത്തു വരുമ്പോൾ അത് അന്തർദേശീയ തലത്തിലെ ഒരു വലിയ നിക്ഷേപത്തിന്റെ വാർത്തയായാണ് വളരുന്നത്. എന്തായാലും ഈ ഇടപാട് വഴി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആകെ മൂല്യം $2.85 ബില്യൺ ഏകദേശം 24,000 കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ് എന്ന് നമ്മൾ കാണാതെ പോകരുത്. മുൻകാലങ്ങളിൽ സാമ്പത്തികമായി ലാഭകരമല്ലെന്ന് വിലയിരുത്തപ്പെട്ട ഒരു പദ്ധതി ഇന്ന് ഇന്ത്യയിലെയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെയും ഏറ്റവും തന്ത്രപ്രധാനമായ ആസ്തിയായി മാറിയതിനു പിന്നിൽ നിരവധി ഘടകങ്ങളാണ് ഉള്ളത്. തുടക്കത്തിൽ പരാജയപ്പെട്ടാൽ സാധ്യതയുള്ള പ്രൊജക്ട് എന്ന് മുദ്രകുത്തപ്പെട്ട ഒന്നിൽ നിന്ന് ഈ കുതിച്ചുചാട്ടം ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് അപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ് എക്കണോമിക് ടൈംസിലെ പ്രമുഖ സാമ്പത്തിക മാധ്യമ പ്രവർത്തകനായ P. മനോജ് വിലയിരുത്തുന്നത്. വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ വിലയിരുത്തി വിഴിഞ്ഞം തന്ത്രപ്രധാനമായ ആസ്തിയായി മാറുന്നു എന്ന നിരീക്ഷണമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. 2004 മുതൽ 2013 വരെയുള്ള കാലയളവിൽ 4 തവണ കേരള സർക്കാർ ടെൻഡറിൽ വിളിച്ചെങ്കിലും ഒരു കമ്പനിയും വിഴിഞ്ഞം പദ്ധതി ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നില്ല. പദ്ധതിയുടെ ആകെ സാമ്പത്തിക മൂല്യം -298 കോടി രൂപയായിരുന്നതിനാൽ തുടക്കത്തിൽ ഇത് തികച്ചും അപ്രായോഗികമായ ഒന്നായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. തുടർന്ന് 2014 പദ്ധതിയെ ആകർഷകമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് 1635 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ നൽകിയ ഈ സാമ്പത്തിക പിന്തുണയാണ് പദ്ധതിയെ യാഥാർത്ഥ്യത്തിലേക്ക് നയിച്ചത്. വിഴിഞ്ഞത്തിന്റെ ഇന്നത്തെ ഉയർന്ന മൂല്യം കണ്ട് അന്ന് VGF അനുവദിച്ച തീരുമാനം തെറ്റായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. മറിച്ച് അന്ന് സർക്കാർ നൽകിയ ഒരു ബൂസ്റ്റർ ഡോസ് കാരണമാണ് പദ്ധതി നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്നത്. സാധാരണയായി വിദേശ നിക്ഷേപകർ വലിയ സാമ്പത്തിക നഷ്ട സാധ്യതകളുള്ള പുതിയ പദ്ധതികളിൽ നേരിട്ട് പണം നിക്ഷേപിക്കാൻ മടിക്കാറുണ്ട്. പദ്ധതികൾ പൂർത്തിയായി വരുമാനം സുസ്ഥിരമാകുന്ന ഈ ബ്രൗൺ ഫീൽഡ് ഘട്ടത്തിലാണ് അവർ പ്രീമിയം നൽകി ഓഹരികൾ വാങ്ങുക. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ഈ വലിയ നിർമ്മാണ റിസ്ക് പൂർണ്ണമായും ഏറ്റെടുത്തത് അദാനി ഗ്രൂപ്പാണ്. 4 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടിയിരുന്ന പദ്ധതി വിവിധ തടസ്സങ്ങൾ കാരണം 9 വർഷം വൈകിയപ്പോൾ ഉണ്ടായ കനത്ത ചിലവ് വർധനവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അദാനി ഗ്രൂപ്പ് ഒറ്റയ്ക്ക് വഹിച്ചു. കാരണം കാലതാമസം നേരിട്ടെങ്കിലും സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിരുന്ന 1200 കോടി രൂപയുടെ ഗ്രാന്റ് തുകയിൽ വർധനവ് ഉണ്ടായിരുന്നില്ല. അദാനി ഗ്രൂപ്പിന്റെ പ്രൊജക്ട് എക്സിക്യൂഷൻ മികവാണ് പദ്ധതിയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത്. MSCയും സഖ്യം തന്ത്രപരമായ നീക്കമാണ്. തുറമുഖത്തിന്റെ വാല്യുവേഷൻ ഇത്രത്തോളം ഉയരാൻ കാരണം അദാനി ഗ്രൂപ്പ് MSCയുമായി ഉണ്ടാക്കിയ തന്ത്രപരമായ പങ്കാളിത്തമാണ്. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കാരിയറായിട്ടുള്ള തങ്ങളുടെ കാർഗോ വിഴിഞ്ഞം വഴി റൂട്ട് ചെയ്യുമെന്ന് ഉറപ്പായതോടുകൂടി തുറമുഖത്തെ ബിസിനസ് സുരക്ഷിതമായി കഴിഞ്ഞു. കപ്പലുകൾക്ക് വിവേചനമില്ലാത്ത പ്രവേശന സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളതെങ്കിലും തങ്ങളുടെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞത്തെ തിരഞ്ഞെടുത്തതോടുകൂടി അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന്റെ മൂല്യം വർദ്ധിച്ചു. കൂടാതെ ചെങ്കടൽ പ്രതിസന്ധിയും സിംഗപ്പൂർ കൊളംബോ തുറമുഖങ്ങളിലെ കനത്ത തിരക്കും കാരണം ആഗോള കപ്പൽ ഗതാഗതം പ്രതിസന്ധിയിലായ കൃത്യസമയത്താണ് വിഴിഞ്ഞം പ്രവർത്തന സജ്ജമായത്. ഈ അനുകൂല സാഹചര്യം വിഴിഞ്ഞത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുമുണ്ട്.